ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും പ്രോട്ടീനും ഒക്കെ ഉള്ള ഒരു സംഭവമാണല്ലോ ഇത് അല്ലേ. സോയാബീൻസ്, നമ്മളിവിടെ സോയാബീൻസ് എന്നാട്ടോ ഇതിന് പറയുന്നത്. ഇതിന് ശരിക്കുള്ള പേര് സോയാ ചങ്ക്സ് എന്നാണ് തോന്നുന്നുണ്ട്. ഞാനതിവിടെ ആരും പറയുന്നത് കേട്ടിട്ടില്ലേ. നമ്മളെല്ലാവരും സോയാബീൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ സാധനം നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിവിടെ മുറിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ചാൽ മതി. മുറിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ പിന്നെ കുട്ടികൾക്ക് തിന്നാൻ കുറച്ച് ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം മുറിച്ചതാണ്. അപ്പം നമുക്ക് ഇതിനാദ്യം ഒന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ കുറച്ച് വിനീഗറും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ അതിന് സമയമില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ച സോയാബീൻസ് അതാണിത്. അപ്പോൾ നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. അതിന് ഞാൻ കുറേ എണ്ണ ഒഴിച്ചിട്ട് പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് മൊത്തമായിട്ട് ഇട്ടിട്ട് നമുക്ക് ഇളക്കി അങ്ങനെ പൊരിച്ചെടുക്കാം. ഈ ഇളക്കി പൊരിക്കുന്നതിൻ്റെ ഇടയിൽ എന്നെപ്പോലെ ഉള്ളേരിയാനും തക്കാളി എരിയാനും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വലുതായിട്ട് മുരിഞ്ഞു പോകും. അത്രക്ക് മുരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനത് അടുപ്പത്തും വെച്ചിട്ട് ഉള്ളി മുറിക്കാൻ പോയതാണ്. അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് സാരമൊന്നുമല്ല, എൻ്റെ മക്കൾക്ക് കുറച്ച് കഴിഞ്ഞതും മുരിഞ്ഞതൊക്കെ ഇഷ്ടമായതിനെ കൊണ്ട് സീനില്ല. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി ചതച്ചത്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഈ അരിഞ്ഞ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആ സംഭവം ഉണ്ടല്ലോ, അതാവുന്നത് വരെ നമുക്ക് വഴറ്റാം കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പ് ഇടാത്തതിനും കൊണ്ട് വഴണ്ടി വരാതിരിക്കേണ്ട. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ആ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ടിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് വഴറ്റാം. ഇതിൻ്റെ ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും നമുക്ക് കുനുകുനാ അരിഞ്ഞ തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ വേണ്ടത് ചെറിയൊരു കഷ്ണം മാഗി ക്യൂബാണ്. ആ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് കേട്ടോ. നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കുറച്ച് ചിക്കൻ മസാല ഇട്ടാലും മതി. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള സോയാബീൻസും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഭയങ്കര ഈസിയാണ്. രാവിലെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. നല്ല ടേസ്റ്റുമാണ്, പ്രോട്ടീൻ റിച്ച് ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടുന്നുണ്ടേ. അപ്പം നമ്മളുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ നോൺ വെജ് ഒന്നും കൂട്ടാത്തവർക്കും കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി സാധനം കേട്ടോ. എന്താ രസമല്ലേ.